ക്ഷേത്രങ്ങളിൽ നിന്ന് കവർന്നെടുത്ത വിഗ്രഹങ്ങൾ തിരികെ നൽകാൻ ഒരുങ്ങി അമേരിക്ക. 10-ാം നൂറ്റാണ്ടിലെ ചോള കാലഘട്ടത്തിലുള്ള ആ വിഗ്രഹങ്ങളാണ് ഇപ്പോൾ തിരികെ നൽകാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിശ്വപ്രശസ്തമായ ശിവനടരാജ വിഗ്രഹം ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാനായി തന്നെ ഒരുങ്ങുന്നത്. ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിന്റെ മറ്റൊരു ചരിത്രപരമായി അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലായി തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത്. ഭാരതീയ പൈതൃകത്തോടുള്ള ആ ഒരു ആദര സൂചകമായി തന്നെ തിരികെ നൽകുന്ന വിഗ്രഹങ്ങളിൽ ഒന്നായ ശിവനടരാജ വിഗ്രഹം ദീർഘകാലഘട്ട അടിസ്ഥാനത്തിൽ തന്നെ മ്യൂസിയത്തിൽ തന്നെ പ്രദർശിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടെയാണ് പുറത്തു വരുന്നത്. ഇതിനു മുൻപും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ കണ്ടെത്തിയതായി തന്നെ രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും അമേരിക്ക ഇത്തരത്തിൽ ഇന്ത്യൻ പൈതൃകത്തെയും ആചാരങ്ങളെയും മോഷ്ടിക്കുന്നത് അത് വളരെയധികം നിരാശാജനകമാണ് എന്നതാണ് ഇപ്പോൾ നിരീക്ഷകർ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും ആത്മീയതയും വിളിച്ചോതുന്ന 3 പുരാതന വെങ്കല വിഗ്രഹങ്ങൾ തിരികെ നൽകാനാണ് അമേരിക്ക ഇപ്പോൾ ഒരുക്കം നടത്തുന്നതെന്നതാണ് സൂചകർ അല്ലെങ്കിൽ ഇതിനായി തന്നെ സൂചിപ്പിക്കുന്നത്. പ്രശസ്തമായ സ്മിത്തോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഏഷ്യൻ ആർട്സിന്റെ ശേഖരത്തിലുള്ള 10-ാം നൂറ്റാണ്ടിലെ വിശ്വപ്രശസ്തമായ ശിവനടരാജ വിഗ്രഹം ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറാനായി തന്നെ ഒരുങ്ങുന്നത്. തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ നിന്ന് നിയമവിരുദ്ധമായി തന്നെ കടത്തിയതാണ് എന്ന് ഇവിടെ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം നടത്തിയതും ഇതിൽ തെളിഞ്ഞതുമായ എന്നതിനെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ മ്യൂസിയം അധികൃതരുടെ ഈ ചരിത്രപരമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലുള്ള ശ്രീ ഭവ ഔഷധീശ്വര ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ മോഷ്ടിക്കപ്പെട്ടതാണ് ഇപ്പോൾ 10-ാം നൂറ്റാണ്ടിലെ ചോള കാലഘട്ടത്തിലുള്ള ശിവനടരാജ വിഗ്രഹമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1957 ഈ വിഗ്രഹം അവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോ തെളിവുകൾ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരിയുടെ ആർക്കൈവ്സിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതിനു പുറമെ തന്നെ 10-ാം നൂറ്റാണ്ടിലെ സോമസ്കന്ദ വിഗ്രഹവും 11-ാം നൂറ്റാണ്ടിലെ വിജയമകര കാലഘട്ടത്തിൽ നിർമ്മിച്ച സുന്ദരമൂർത്തി നായരും പറവി നാച്ചിയരും ഒന്നിച്ചുള്ള വിഗ്രഹവുമാണ് ഇപ്പോൾ തിരികെ നൽകാൻ ഒരുങ്ങുന്നത്. ഇവ യഥാക്രമം തന്നെ ആലത്തൂരിലെ വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും അവിടെ വലിയ രീതിയിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഭാരതീയ പൈതൃകത്തോടുള്ള ആ ആദര സൂചകമായി തന്നെ തിരികെ നൽകുന്ന വിഗ്രഹത്തിൽ ഒന്നായ ശിവനടരാജ വിഗ്രഹം ദീർഘകാലാടിസ്ഥാനത്തിൽ മ്യൂസിയത്തിൽ തന്നെ പ്രദർശിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ വിഗ്രഹം എങ്ങനെ മോഷ്ടിക്കപ്പെട്ടുവെന്നും ഭാരതത്തിലേക്ക് എങ്ങനെ തിരിച്ചെത്തി എന്നതുമുള്ള പൂർണ്ണമായ ചരിത്രം പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത് വിവരിക്കുമെന്നും മ്യൂസിയം ഡയറക്ടർ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മോദി സർക്കാരിന്റെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളിൽ വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിന്റെ പുരാവസ്തുക്കൾ ഇപ്പോൾ തിരികെ എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഹെറിറ്റേജ് റീസ്റ്റോറേഷൻ പദ്ധതിയുടെ വലിയൊരു വിജയമാണ് ഈ ഒരു നീക്കമായി തന്നെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടായി തന്നെ നൽകുന്ന ആ ഒരു സമയവും അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന ആദരവും എല്ലാം തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.